ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇത് മാർച്ച് മാസം 20 വ്യാഴാഴ്ച, നോമ്പിൽ 14 ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാന ചിന്താവിഷയം ലവ് ലൈക്ക് എ ജീസസ്, യേശുവിനെ പോലെ സ്നേഹിക്കുക എന്നതാണ്. അതിനാധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. This is my commandment, that you love one another as I have loved you. Greater love has no one than this, that someone lay down his life for his friends. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് ജീവനെ കൊടുക്കുന്നതിലധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. യേശു കർത്താവിൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിലെ ചില വാക്കുകൾ മാത്രമാണിത്. തൻ്റെ പ്രാണനോളം സ്നേഹിച്ച തൻ്റെ ശിഷ്യഗണങ്ങളെ വിട്ട് പോകണമെന്നുള്ള ഒരു വലിയ തിരിച്ചറിവിൻ്റെ മധ്യത്തിലാണ് യേശു കർത്താവ് ഈ വിഖ്യാതമായ വാക്കുകൾ ഉച്ചരിക്കുന്നത്. തൻ്റെ ഒപ്പമുള്ള ശിഷ്യന്മാർ പല കാര്യത്തിലും കലഹിക്കുന്നതും പല ആശയപരമായ തർക്ക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നതും യേശു കർത്താവ് കണ്ടിട്ടുണ്ട്. സ്ഥാനത്തിനും പണത്തിനും മറ്റു പദവികൾക്കുമെല്ലാം പലതരത്തിലുള്ള കലഹങ്ങൾ യേശു കർത്താവ് കാണുന്നുണ്ട്. എന്നാൽ തൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിലൂടെ തൻ്റെ ശിഷ്യഗണങ്ങളെ പ്രബുദ്ധരാക്കുകയാണ്. ഒപ്പം ഈ വർത്തമാന കാലത്തിൽ ഈ വേദഭാഗം വായിക്കുന്ന നമ്മളെയും എന്താണ് യേശു കർത്താവ് പറയുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. സ്നേഹമെന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യാൻ വലിയ പ്രയാസമാണ്. കാരണം യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. സ്നേഹത്തിൻ്റെ അളവിനെയോ തൂക്കത്തെയോ നമുക്ക് നിർണ്ണയിക്കാൻ പ്രയാസമാണ്. യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പോൾ എത്രത്തോളമാണ് യേശു കർത്താവ് സ്നേഹിച്ചത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ ഈ സംസാരം, ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്തെ അവർ ഏതു തരത്തിലാണ് മനസ്സിലാക്കി നമുക്ക് നിർവചിക്കാൻ പ്രയാസമാണ്. കാരണം ഒരു ഗുരു എന്ന നിലയിലും ഒരു സഹയാത്രികൻ എന്ന നിലയിലും ഒരു സ്നേഹിതൻ എന്ന നിലയിലും യേശു കർത്താവ് അവരോട് കാണിക്കുന്ന കൺസേണുകളെ എത്തരത്തിലാണ് അവർ വിലയിരുത്തിയതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും തങ്ങളെ അധികമായി സ്നേഹിച്ചിരുന്നു, മറ്റെല്ലാവരേക്കാളും അധികമായി സ്നേഹിച്ചിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. ഇത് കുറച്ചുകൂടെ മനോഹരമായി മനസ്സിലാക്കിയ സ്നേഹത്തിൻ്റെ ആഴതലങ്ങളെ മനസ്സിലാക്കിയത് യോഹന്നാനാണ്. അവൻ യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കാൻ പരിശ്രമിക്കുകയും അവൻ്റെ വാക്കുകളെല്ലാം യേശു കർത്താവ് പങ്കുവച്ച സ്നേഹത്തിൻ്റെ സുവിശേഷം മാത്രമായിരുന്നു. ആ സുവിശേഷ തീവ്രതയിൽ നിന്നുകൊണ്ടാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ വിരചിതമാകുന്നത്. ഇവിടെ യേശു കർത്താവ് പ്രസ്താവിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് അഗപ്പെ എന്നാണ്. അതായത് നിസ്വാർത്ഥമായ, സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വചനത്തെ ഒരു സ്നേഹത്തിൻ്റെ കൽപ്പനയായി നമ്മൾ ഏറ്റെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും, അത് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ വസിക്കാത്തവർക്കും സ്നേഹത്തെ പിന്തുടരാത്തവർക്കും യേശുവിന് ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഈ കൽപ്പനകളെ അനുസരിക്കാനായിട്ടുള്ള ആഹ്വാനത്തെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്നവർക്കാണ് അതിന് ഏറ്റവും ഭംഗിയായി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധ്യമാകും. നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്നേഹം ഒരു കടമയല്ല, ഇതൊരു സ്വഭാവമായി മാറേണ്ടത് വളരെ ആവശ്യമാണ്. സ്നേഹമില്ലാത്തൊരു വിശ്വാസം അതിനെ കപടമെന്നാണ് പറയുന്നത്. യേശു പ്രസ്താവിക്കുന്ന നിസ്വാർത്ഥമായ സ്നേഹത്തെ, സ്വാർത്ഥതയില്ലാത്ത ആ അനുഭവത്തെ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ അവൻ്റെ ശിഷ്യഗണങ്ങളായി മാറുന്നത്. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഒരു പരിശുദ്ധമായ ഒരു ഡിവൈൻ ലവ് നമ്മളവിടെ കാണുകയാണ്. ശരിക്കും യേശു കർത്താവിൻ്റെ സ്നേഹം ശിഷ്യഗണങ്ങൾക്ക് മനസ്സിലാകുന്ന ക്രൂശിലാണ്. തൻ്റെ ജീവൻ അവർക്ക് ബലി നൽകി
അവരെ സ്നേഹിച്ചു. യേശു കർത്താവ് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നത് അധികമുള്ള സ്നേഹം ആർക്കുമില്ല. കാരണം യേശു പറയുന്ന വാക്കും പ്രവൃത്തിയും ഒന്ന് തന്നെയായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നും അവൻ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ എന്നും പ്രസക്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. തൻ്റെ ജീവൻ കൊടുത്ത് തൻ്റെ സ്നേഹിതരെ വീണ്ടെടുക്കുവാൻ യേശു കർത്താവ് പരിശ്രമിച്ചു. ഇതുതന്നെയാണ് ക്രിസ്ത്യാനിറ്റി ലോകത്തിന് മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നു. ക്രൂശിൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ചില വസ്തുതകൾ കൂടെ മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി അവരോട് ക്ഷമിക്കുന്ന ഒരു സ്നേഹത്തെ നമ്മൾ കാണുകയാണ്. ഇതൊക്കെ യേശു നമുക്ക് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുമ്പോഴാണ് സ്നേഹരാഹിത്യത്തെക്കുറിച്ചുള്ള ചർച്ചകളുടെ ഭാഗമായി നമ്മൾ മാറുന്നത്. സ്നേഹമില്ലാതെ ജീവിക്കേണ്ട സാഹചര്യം നമ്മളിലുണ്ടാകുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും സഭാബന്ധങ്ങളിലും ഒക്കെ സ്നേഹത്തിൽ ഒരുപാട് വിള്ളലുകൾ വീണിരിക്കുക. പരസ്പരം കാണാനോ സംസാരിക്കാനോ പോലും കഴിയാത്ത വിധത്തിൽ മുഖം തിരിച്ച് നടക്കുന്ന ജീവിത സാഹചര്യങ്ങളിലാണ് നമ്മളൊക്കെയും കടന്നു പോകുന്നത്. ഈ നോമ്പ് കാലം അതൊക്കെയും വീണ്ടെടുക്കാനുള്ള മനോഹരമായ അവസരമായിട്ട് നമ്മൾ കാണുകയാണ്. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം തമ്മിൽ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. തമ്മിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ അതേ വേവ്ലെങ്തി മറ്റേയാളും അത് തിരിച്ചറിയുമ്പോൾ മാത്രമേ ആ സ്നേഹം പൂർണ്ണമാകുകയുള്ളൂ. കേവലം നിങ്ങൾ മാത്രം സ്നേഹിക്കുകയല്ല, നിങ്ങൾക്കൊപ്പമുള്ള ആളുകളും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടാൻ കഴിയുകയും ചെയ്യുന്ന നിമിഷങ്ങളിലാണ് അത് പൂർണ്ണമായി മാറും. അതായത് യേശു കർത്താവ് സൂക്ഷ്മമായിട്ട് പറയുകയാണ്, വാക്കിൽ മാത്രമല്ല സ്നേഹം. നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് വാക്കിൽ മാത്രം സ്നേഹമുള്ളവർ. അവിടെ വാക്കുകൾ വളരെ തേൻ പൊഴിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവിടെ പ്രവൃത്തിയിലില്ല, അവരുടെ ചിന്തകളിലും ആ സ്നേഹം പ്രകടമല്ല. രണ്ടാമത് പറയുന്നത്, ദുഷ്ടന്മാരെയും തൻ്റെ എതിര് നിൽക്കുന്ന തൻ്റെ എതിരാളികളെയും സ്നേഹിക്കാനുള്ളൊരു ശ്രമം ഈ വാക്കിൽ സൂക്ഷ്മമായിട്ടുണ്ട്. മറ്റൊന്ന്, വ്യത്യസ്ത ദർശനങ്ങളെയും ജീവിത ശൈലികളെയും ഒക്കെ സഹിഷ്ണുതയോടുകൂടെ കാണാൻ കഴിയുന്നൊരു സ്നേഹം. ഇത് യേശു കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമ്മൾ സ്നേഹിക്കാൻ മടിക്കുന്നുവെങ്കിൽ ഈ നോമ്പ് കാലം ഒരിക്കലും നമ്മൾ പൂർണ്ണമാകില്ല. നമുക്ക് എവിടെയാണ് സ്നേഹം കുറഞ്ഞു പോയിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ സ്നേഹങ്ങൾക്ക് ഇടർച്ച സംഭവിച്ചിരിക്കുന്നത്? അത് കണ്ടെത്തി തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ധർമ്മമെന്ന് പറയും. സ്നേഹത്തെ വീണ്ടെടുക്കുന്ന ഒരു പുതിയ ക്രമം രൂപപ്പെടുത്തേണ്ട നാളുകളിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അതായത് ഞാനും നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നില്ല എങ്കിൽ, ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നില്ല എങ്കിൽ, മനസ്സ് തുറന്ന് പങ്കിടുന്നില്ല എങ്കിൽ ആ സ്നേഹം ഒരിക്കലും പൂർണ്ണമാവില്ല. എന്തോ ഒരു കുറവ് അതിന് ഉണ്ടാവും. അത്തരം കുറവുകളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം നുരപ്പൊന്തുന്നത്. അത് ഏറ്റെടുക്കുവാൻ കഴിയുന്നവർക്കാണ് സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നു. നമുക്ക് നഷ്ടമായ സ്നേഹത്തെ വീണ്ടെടുക്കുവാൻ കഴിയണം. ഒരുപക്ഷെ ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് ചില ഇടർച്ചകളുണ്ടാവാം. അതിനെ വീണ്ടെടുക്കുന്നവരായി നാം മാറണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകളുണ്ടായിരിക്കാം. അത് സ്നേഹം കൊണ്ട് വീണ്ടെടുക്കുന്നവരായി മാറണം. നമ്മുടെ ചുറ്റുപാടുകളോട്, സ്നേഹിതരോട് ഒക്കെ നമ്മൾ കലഹിച്ചും പിണങ്ങിയും നാളുകളും വർഷങ്ങളുമായിരിക്കുന്ന സാഹചര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന് വീണ്ടെടുക്കാതെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം പൂർണ്ണമാവില്ല. എന്നെ കേൾക്കുന്ന ഒരാളുടെയും ജീവിതം പൂർണ്ണമാവില്ല. അതുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ ചിന്താ വിഷയം പോലെ ലവ് ലൈക്ക് ജീസസ്. യേശു സ്നേഹിച്ചതുപോലെ, യേശുവിനെ പോലെ സ്നേഹിക്കുവാൻ കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥ മനുഷ്യരായി, ക്രിസ്തു സ്നേഹിക്കുന്ന, ക്രിസ്തു ആഗ്രഹിച്ച, ക്രിസ്തു വിഭാവനം ചെയ്ത മനുഷ്യരായി നമുക്ക് മാറാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആകുവാൻ സാധ്യമാകുമോ?
കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നിൻ്റെ സ്നേഹത്തിൻ്റെ അർത്ഥത്തെ, സാരത്തെ ഗ്രഹിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഞങ്ങൾ ഏത് സാഹചര്യങ്ങളിലാണ് സ്നേഹിക്കാൻ മറന്നുപോയത്, എവിടെയാണ് ഞങ്ങളുടെ സ്നേഹത്തെ നഷ്ടമാക്കിയത്, എല്ലാം തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടെ സഹായിക്കണമേ. നിൻ്റെ കരുണയും കൃപയും ധാരാളമായി ഞങ്ങളുടെ മേൽ പകരണമേ. പരസ്പരം സ്നേഹിച്ച് ആ ക്രൂശിലെ സ്നേഹത്തിന് അനുഭവത്തോളം എത്തുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അതിനുള്ള കൃപയും ശക്തിയും അവിടുന്ന് പകർന്നു മാനിക്കണം. പ്രാർത്ഥനയും യാചനകളും ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു